Hi friends, so നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് talking about situations you are sure of അല്ലെങ്കിൽ not sure of. So ഇതിന്റെ part 1 നമ്മൾ നോക്കിയായിരുന്നു. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത modal verbs can, should, must ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് could, may, might. So part 1 കണ്ടിട്ട് വേണം part 2 കാണാൻ. Alright? So എല്ലാത്തിനും മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, അഫോർഡബിൾ ആൻഡ് എഫക്റ്റീവ് പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറൈറ്റ്, സോ കുഡ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? യൂസ്ഡ് ആസ് പാസ്റ്റ് ടെൻസ് ഓഫ് ക്യാൻ, അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഐ റിമെമ്പർ മൈ സ്കൂൾ ഡേയ്സ്, വി കുഡ് പ്ലേ ഫോർ ദ ഹോൾ ഡേ. അതായത് എനിക്ക് ഓർമ്മയുണ്ട് സ്കൂൾ ഡേയ്സിൽ ഒരുപാട് സമയം നമുക്കൊക്കെ കളിക്കാൻ പറ്റുമായിരുന്നു. ഒരു പാസ്റ്റ് ടെൻസിലെ പ്രോപ്പർ പാസ്റ്റ് ടെൻസിനെ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഐ കുഡ് നോട്ട് അറ്റൻഡ് ദ സെമിനാർ യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ആ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, they could help her lift the heavy boxes. She managed to move herself. They could, അവർക്ക് ഹെൽപ്പ് ചെയ്യാമായിരുന്നു. അപ്പോഴും നമ്മൾ അവിടെ ഒരു കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അത് നമ്മൾ എന്താ വെച്ചാൽ യൂസ് ദിസ് പാസ്റ്റ് ടെൻസ് ഓഫ് ക്യാൻ. ഓൾറൈറ്റ്, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഇനി വേറൊരു കോണ്ടെക്സ്റ്റ് ഏതായിരിക്കും? ടു ഷോ ജനറൽ പോസിബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. നേരത്തെ പറഞ്ഞില്ല, ക്യാനും അതുപോലെ തന്നെ ഒരു പോസിബിലിറ്റിയെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, ഒരു ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ആക്ഷൻ്റെ പോസിബിലിറ്റി നമുക്ക് പറയാൻ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. യു കുഡ് ഗെറ്റ് എ പ്രൊമോഷൻ ഇഫ് യു വർക്ക് ഹാർഡ്. ഉറപ്പില്ല പ്രൊമോഷൻ കിട്ടുമെന്ന്. നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ആ പോസിബിലിറ്റി എന്ന് പറയാൻ കാരണം. ഐ കുഡ് സീ ഹർ അറ്റ് ഹോം. വേറെ എവിടെയും കാണാനുള്ള ഇതില്ല, കാരണം ചിലപ്പം വേണമെങ്കിൽ വീട്ടിൽ അവളെ കാണാൻ എനിക്ക് പറ്റുമായിരിക്കും. അപ്പോഴും നമ്മൾ അവിടെ ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് കുഡ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. Alright, my brother could bake the cake for this party. Brother could bake, അതായത് could എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യതയാണ് അവിടെയും നമ്മൾ കാണിക്കുന്നത്. അതായത് ബേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പറ്റും എന്ന് ഞാൻ പറയുന്നില്ല, പറ്റുമായിരിക്കും. അതിൻ്റെ എൻഡ് റിസൾട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും പറ്റുമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. എൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. ഗ്രേറ്റ്. അടുത്തതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ക്യാപ്ഷൻ്റെ വക 30 ഡേയ്സ് ഫ്രീ ടാലൻറ്റിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസസ് എ ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ ഒരു മന്ത്ലി ഫ്ലുവൻസി ട്രാക്ക് ഉണ്ട്. നിങ്ങളുടെ പെർഫോമൻസിനെ നിങ്ങൾക്ക് ട്രാക്ക് ഡൗൺ ചെയ്യാനായിട്ട്. ആൻഡ് ഓരോ കാൻഡിഡേറ്റ്സിന് ഓരോ പേഴ്സണൽ കോച്ച് ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്യൂസിനെയും പ്രോബ്ലംസിനെയും സോർട്ട് ഔട്ട് ചെയ്തൊരു കസ്റ്റമൈസ് ഫീഡ്ബാക്ക് കിട്ടാൻ. കൂടാതെ ഡെയിലി മൈക്രോ ലെസൺസ്, പഠിത്തത്തിനെ കുറച്ചുകൂടെ എളുപ്പമാക്കാനുള്ള ഒരു പ്രവൃത്തിയാണ്. ആൻഡ് ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, ചേർന്നിരുന്ന് നിങ്ങൾക്ക് പഠിക്കാം. ആൻഡ് ഓൺ ദ സ്പോട്ട് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. സോ ഐ തിങ്ക് ഇത് ഒരു അടിപൊളി സംഭവമാണ്. എന്താണെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്തിരിക്കണം. റൈറ്റ്. മെയിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? മേ നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ടു ഷോ ജനറൽ പോസിബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. അഗൈൻ ഒരു ജനറൽ പോസിബിലിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. ഐ മേ നീഡ് ടു ബോറോ സം മണി. ഐ മേ നീഡ് ടു ബോറോ, അതായത് മേ നീഡ്, എനിക്ക് വേണ്ടി വന്നേക്കാം. ഐ മേ നീഡ് ടു ബോറോ സം മണി. യു മേ നോട്ട് നോ മീ. നിനക്ക് എന്നെ അറിയണം എന്നില്ല. നമ്മളവിടെ പറയണം അറിയണം എന്നില്ല. നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ അറിയായിരിക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്നെ അറിയണം എന്നില്ല, അങ്ങനെ നമ്മൾ പറയില്ല. അപ്പോൾ അതാണ് ആ ഒരു പോസിബിലിറ്റിനെ കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത്. ഹി മേ കം ടു യുവർ ഹൗസ് ഓൺ സാറ്റർഡേ. മേ കം ടു യുവർ ഹൗസ് ഓൺ സാറ്റർഡേ, ഉറപ്പില്ല, വരുമായിരിക്കാം. ഗ്രേറ്റ്. അതുപോലെ തന്നെ മൈറ്റിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്? ടു ഷോ ജനറൽ പോസിബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. എഗെയിൻ മൈറ്റ് എന്ന് പറഞ്ഞ മെയിൻ്റെ ഒരു ലൈക്ക് ഇതാണ്, പാസ്റ്റൻസ് ആണ്. സോ ദേ മൈറ്റ് അറൈവ് ബിഫോർ ലഞ്ച്. ദേ മൈറ്റ്, അത് നമുക്ക് യാതൊരു രീതിയിലുള്ള ഉറപ്പില്ല. ദേ മൈറ്റ് അറൈവ് ബിഫോർ ലഞ്ച്, അതും ലഞ്ചിന് മുമ്പേ. യാതൊരുവിധ ഉറപ്പില്ല, പക്ഷെ എന്നാലും ഒരു പോസിബിലിറ്റി രീതിയിൽ നമ്മൾ പറയുവാണ്. ഷീ മൈറ്റ് ജോയിൻ അസ് ഓൺ ദിസ് ട്രിപ്പ്. ഷീ മൈറ്റ് ജോയിൻ അസ് ഓൺ ദിസ് ട്രിപ്പ്. എഗെയിൻ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ആ സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹിസ് ഫ്രണ്ട്സ് മൈറ്റ് സർപ്രൈസ് ഹിം. ഹിസ് ഫ്രണ്ട്സ് മൈറ്റ്, അവിടെയും നമ്മൾ അറിയില്ല ഉറപ്പുണ്ടോന്ന്. സോ ഇത്തരം രീതിയിൽ നമുക്ക് ഈ മൈറ്റും മേ ആക്ച്വലിയാണ് കുറച്ചുകൂടെ നടക്കാൻ സാധ്യതയുള്ള കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. മൈറ്റ് മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നടക്കുമെന്ന് നമ്മൾ പറയെങ്കിലും എന്നാലും നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുക. അതായത് മേ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഷ്യൂർഡ് ആണ്. അതായത് നമുക്ക് നടക്കാൻ ഐ മേ വിസിറ്റ് എന്നുള്ള പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാൻ താല്പര്യമുണ്ട്, ഞാൻ എന്തായാലും വന്നിരിക്കും എന്നുള്ളൊരു ടോണിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഐ മൈറ്റ്, അത് നമ്മൾ ആ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഉറപ്പില്ല, എന്നാലും ഞാൻ നോക്കാം എന്നുള്ള. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വരണം എന്ന ചാൻസ് മാക്സിമം കുറവാണെന്ന്. സോ ഇത്തരം രീതിയിലാണ് മേയും മൈറ്റിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നത്. കുഡിൻ്റെ കേസ് വരുമ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം പൊളൈറ്റ്ലി നമുക്ക് ചോദിക്കാനും നമുക്ക് കുഡിൻ്റെ ഉപയോഗം, ആ ഒരു വീഡിയോ നമ്മൾ ആക്ച്വലി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ക്യാനും കുഡിനെയും കുറിച്ച്. സോ അതെന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി കാണുക. കാരണം ക്യാനിൻ്റെയും കുഡിൻ്റെയും വ്യത്യാസമായിട്ടുള്ള ഉപയോഗം എവിടേക്കാണെന്ന് അറിയാനായിട്ട്.
സോ ഇത്തരം രീതിയിൽ മോഡൽ വേർബ്സ് ഉപയോഗിച്ച് നമ്മളുടെ പോസിബിലിറ്റി ഓഫ് ഇവൻറ്റ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാക്സിമം ഇത്തരം വാക്കുകളും വേർബ്സും ഉപയോഗിക്കുക നിങ്ങളുടെ കോൺവെർസേഷൻ സ്കിൽസിലോ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽസിലോ. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് വഴി നിങ്ങളുടെ ഡൗട്ട്സ്, ക്വയറീസ്, സജഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻ്റെ വക 30 day ഫ്രീ ട്രയൽ കിട്ടാൻ വിസിറ്റ് capshine.com അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.